അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ബ്രൗൺ കളറിലെ ബ്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതും വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു 4 മണി പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വെന്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്ക് അതിന്റെ അടുത്ത് ചേർക്കാണല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ചേർക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പൊ ഈ ബ്രെഡ് ഒന്ന് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് കയ്യിലോ അല്ലെങ്കിൽ മിക്സിയിലോ എങ്ങനെയെങ്കിലും കിട്ടുന്നത് പൊടിച്ചെടുക്കണം. അതാണ് അതിന്റെ ആദ്യത്തെ പരിപാടി. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ തൊലി പൊട്ടിച്ച് ഉടച്ചെടുക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. നമ്മളപ്പോഴേ നമ്മളത് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ തൊലിയും കൂടെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കൈവച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഈ ബ്രെഡ് നമ്മൾ കൈവച്ച് വേണേലും പൊടിച്ചെടുക്കാവേ. പിന്നെ അല്ലെങ്കിൽ മിക്സിയിലോട്ട് ഇട്ട് ഒരു കറക്കിയായിട്ട് പെട്ടെന്ന് സംഭവം സെറ്റ്. അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പൊ ഈ ഇതൊക്കെ മറ്റേ പൊട്ടറ്റോ സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇടിക്കുന്ന സാധനം കൈവച്ചാണെങ്കിലും ചെയ്യാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് മുടങ്ങി കിട്ടും. അത് വലിയ സംഭവം. നമ്മൾ ഏകദേശം ഒരു പകുതിയോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങായിരുന്നു ഒരെണ്ണം എടുത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പകുതിയോളം ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ബ്രൗൺ ബ്രെഡ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഈ സാൻഡ്വിച്ചിന്റെ ഒക്കെ ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനം നമ്മൾ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിയുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് ഒരു 2 എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു ചെറിയൊരു പീസ് നമ്മുടെ ഇഞ്ചി, അത് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത് നമ്മൾ ചെറുതായിട്ട് അരിയണം, എന്നാലേ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. പിന്നെ നമ്മുടെ സവോള കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതൊരു ചെറിയൊരു സവോള. പിന്നെ നമ്മൾ കറിവേപ്പില, മല്ലിയില എല്ലാം ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് സാധനമായിട്ട് നമ്മൾ മുറിച്ചെടുത്തത്. അപ്പം ഇനി അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഒരു വെള്ളം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ബ്രെഡ് അല്ലേ, അപ്പം വെള്ളം വലിച്ചെടുക്കുക. അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് തളിച്ചു കൊടുത്തിട്ട് ചെയ്യാം. അപ്പം അതൊക്കെ ഈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചേർക്കാനുള്ള വെജീസ് എല്ലാം തന്നെ ചേർക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പച്ചമുളക് ചേർക്കാം. നമ്മുടെ സവോളയ്ക്കകത്തൊക്കെ അത്യാവശ്യം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര വരുമോ. അതുകൊണ്ട് നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ. പിന്നെ എന്താ പറയുക, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകിന്റെ ആണെങ്കിൽ നമുക്ക് എണ്ണ കൂട്ടാം. അപ്പൊ മല്ലിയില നമ്മൾ മല്ലിയിലയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ എടുക്കാച്ച ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സവോള എല്ലാം നമ്മളെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചോണം, എന്നാലേ അതിലുള്ള നമ്മൾ ആ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടേസ്റ്റും ടെക്സ്ചറും എല്ലാം വരാനായിട്ട്. നമുക്ക് നമ്മുടെ കറിവേപ്പില അത് നമ്മൾ 2 തണ്ട് എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കാവേ. അത് കൂടുതൽ ആവശ്യം വരത്തില്ല, 1/4 ടീസ്പൂണിനൊക്കെ ആവശ്യമുള്ളൂ. കഴിക്കാൻ അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ ഇത് കുഴച്ചിട്ട് നമുക്ക് ഇനി ബാക്കി നമ്മുടെ പരിപാടി ചെയ്യാം. നമ്മുടെ ബ്രെഡിന്റെ മാവ് കുഴച്ച് നമ്മൾ നല്ല എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രെഡും എല്ലാം കൂടിയിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. അതാണ് നമ്മുടെ പരിപാടി. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ സ്വല്പം എണ്ണയോ ഒന്ന് പിടിക്കത്തില്ല സാധനം. ഇങ്ങനെ ഒട്ടാത്തൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പിടിക്കത്തില്ല. ഇനി അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം എണ്ണ തേച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇത് പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ആക്കി എടുക്കാവേ. നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുത്ത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കനം കൂടി പോകണ്ട, ഒരു മീഡിയം കനത്തിൽ. അപ്പൊ നമുക്ക് ഈ മാവ് വെച്ചിട്ട് നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി അടുത്ത പരിപാടികൾ ചെയ്യാം. അപ്പൊ നമ്മള് ഇതാണ്ട് എല്ലാം എന്താ പറയുന്നത്
നമ്മുടെ ഷേപ്പിൽ പരത്തി റെഡിയാക്കി നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഇപ്പുറത്തെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അതിനൊരു ശർക്കര നമ്മുടെ കുരുമുളക് മതി, അതേ വേണ്ട. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇത് അതിലേക്കൊന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പാറ്റീസ് ഇല്ലേ, ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഏകദേശം 1 മാസത്തോളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതിരിക്കും. നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമുക്ക് വറുത്തെടുക്കാതെ. അപ്പോൾ ഈ മുട്ട ഉണ്ടല്ലോ, ഇത് നമുക്ക് കഴിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ കോൺഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവം ചെയ്യാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് സ്ലറി ഉണ്ടാക്കിയാൽ അതാണെങ്കിലും മതിയാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് സംഭവം. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഫോർക്ക് നമ്മൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാവേ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് പറ്റത്തുമില്ല. നമുക്ക് അതിന്റെ എല്ലാ സൈഡിലും നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല സംഭവം. അപ്പൊ ആ സമയത്ത് നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വെച്ചിട്ടുണ്ട്. പൊടിച്ചത് നമ്മൾ തന്നെ പൊടിച്ചത്. ഇപ്പൊ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ്. അപ്പൊ അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെഡ് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ അകത്തോട്ട് ഇതിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതിന്റെ മണ്ടക്കോട്ടാണ് ഇതിന്റെ നന്നായിട്ടങ്ങ് പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചൊക്കെ ഇട്ട് അതിനെല്ലാം ഒന്ന് കോട്ട് ചെയ്ത്. അപ്പൊ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മുഴുവൻ സാധനം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുഴുവൻ കൂടെ വേണമെന്നല്ല പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തിട്ട് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത്. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മള് എല്ലായിടത്തും ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഞെക്കി നമ്മൾ അതെല്ലാം ആക്കിയിട്ടുമില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതിൽ ബ്രെഡ് കോട്ട് ചെയ്യാൻ. ഇതിന് എത്രമാത്രം ആവശ്യമുണ്ടോ അത് മാത്രം കോട്ട് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഞെക്കി അതിലോട്ട് ആക്കി വെക്കല്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കാം. സോഫ്റ്റ് ആയിട്ട് അതെ. അപ്പൊ ഇത് മുഴുവൻ നമുക്ക് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എന്തുമാത്രം ആവശ്യമുണ്ടോ അതിന് വേണ്ടിയുള്ള നമ്മൾ എടുക്കുക. ബാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ അത് നമ്മുടെ ഇത് മാവ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കുഴച്ച് അതിന്റെ ഷേപ്പൊക്കെ ആക്കി ബ്രെഡ് പൊടിയിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പാൻ്റെ അത് എണ്ണ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് നമുക്ക് ഷാലോ ഫ്രൈയോ ഡീപ് ഫ്രൈയോ ഏതാ നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ അധികം എണ്ണയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒത്തിരി തീയുമാവരുത്, എന്നാൽ തീരെ കുറഞ്ഞു ആവരുത്. അപ്പൊ ഇത് അത്യാവശ്യം ചൂടായതിനു ശേഷം മാത്രം നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. മറ്റേ നമ്മളിത് അളക്കുന്ന മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 100-170 ഡിഗ്രി അതൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മളിപ്പോ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ അതിപ്പോ ഒരു ഇടാനാണെങ്കിൽ ഒരു 3-4 എണ്ണം കൂടി ഇടാം. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു സമാധാനമായിട്ട് കിടന്ന് മൊരിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് 2 മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഒരു സൈഡ് ഏകദേശം ഒരു ഗോൾഡൻ കളറായി കിട്ടും. ഒത്തിരി തീ വെക്കരുത്. തീ വെച്ച് കഴിഞ്ഞാല് അകം വേഗത്തില്ല, പുറകോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് നിന്ന് വറുത്തെടുക്കാം. അപ്പൊ അതൊന്ന് റെഡി ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട. അപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ സംഭവം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. ഇതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു സൈഡ് റെഡിയാകും. അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു 2 മിനിറ്റോടെ വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് സംഭവം നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ക്രിസ്പി ആ ഒരു ടെക്സ്ചറിൽ സംഭവം കിട്ടുകയും ചെയ്യും. നമ്മള് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഈ പാറ്റീസ് എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ ഒന്ന് വെച്ചിട്ട് കൂടെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രെഡിന്റെ പൊടി ഒട്ടും പോകത്തില്ല. പിന്നെ ഈ ടെമ്പറേച്ചറും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന എല്ലാത്തിനും ഉണ്ടല്ലോ ഈ ടെമ്പറേച്ചർ ഒരു മെയിൻ ഘടകമാണ് ഇതിൻ്റെ. അപ്പൊ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് എന്താ പറയുന്നത് നല്ല പക്കായിട്ട് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പൊ അതുകൂടാതെ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതിന്റെ ബ്രെഡ് ഒന്നും പോയിട്ടുമില്ല. അതെ, നല്ല കറക്റ്റ് അതിന്റെ ഒരു കളറിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് നിന്ന് ബാക്കിയോടെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനത്തിന്.
പിന്നെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തോട് നമുക്ക് ചേർക്കാം. എരിവ് മറ്റേ ഇഞ്ചിയും ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ അഭിപ്രായം പറയുക. ഇനി ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്തായാലും നല്ലൊരു 4 മണി പലഹാരമാണ്. അതെ, ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അതെ, അപ്പം ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോഴും പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് പിന്നെ ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യണേ. അതെ, എന്നിട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും പിന്നെ ഇതുപോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മറക്കാതെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തും കൂടെ നോക്കുക. അതെ, ചെയ്ത് നോക്കാം. ഇപ്പൊ പിള്ളേരൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. അപ്പൊ അവര് കൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്തായാലും കൊള്ളാം. നമുക്ക് നല്ല അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ ഇന്നത്തേക്ക് തൽക്കാലം Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.